ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് കറിയിൽ ആവശ്യമുള്ളത്. ആദ്യം തന്നെ കോളിഫ്ലവർ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് എന്റേതായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് പെർഫെക്റ്റ് ആയിട്ട് വരുമെന്നൊന്നും അറിയില്ല. കാണുന്ന പോലെ തോന്നുന്ന പോലെ ഞാൻ ഉണ്ടാക്കും. ഞാൻ മാത്രമാണല്ലോ കഴിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റോഡ്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ചൂടാവുന്നവരെ നമുക്ക് ടൈം ഉണ്ടല്ലോ. വേറെ കണ്ടെയ്നേഴ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പാല് ഒഴിച്ച് പിന്നെ ആൽമണ്ട്സ് ഇട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം കേട്ടോ, ഫ്രഷ് ആയിട്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കോളിഫ്ലവർ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടൊമാറ്റോ, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കാണാനുണ്ടായിരുന്നില്ല, അതുപോലെ കറിവേപ്പില, മല്ലിച്ചപ്പ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പൊ എണ്ണ വെച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ജീരകമൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ഓരോന്നായിട്ട് വെജീസ് ഒക്കെ ഇട്ടു. കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അധിക ടൈം ഇത് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. വിസിൽ വന്ന് അതങ്ങ് ഓൾറെഡി കുക്കായിക്കോളും. അതുകൊണ്ട് നമ്മൾ ഓരോ മസാലയായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, ചിക്കൻ മസാല, അങ്ങനെ കൈക്കിട്ടി എല്ലാ പൗഡറും ഞാൻ എടുത്തിട്ടുണ്ട്. ചൂടിന് ഒരു ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നേ. 3 വിസിലാണ് നമുക്ക് വരാനുള്ളത്. ഞാൻ മല്ലിപ്പൊടി എത്ര ഇട്ടിട്ടും കളറങ്ങ് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മാനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് വറുത്ത മല്ലി അല്ലാത്തതുകൊണ്ടാണെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഒട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു. കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കൊണ്ട് പറയുന്നതല്ല, ശരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.